ബഹുമാനപ്പെട്ട ഡോക്ടർ സുജിത് വിജയൻപിള്ള, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നു. സർ 2023 മാർച്ച് മാസത്തിൽ നമുക്കെല്ലാം അറിയാം, കൊച്ചി നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തിക്കൊണ്ട് ബ്രഹ്മപുരത്ത് മാലിന്യ കൂമ്പാരം തീ കത്തിക്കുകയും അതണയ്ക്കുവാൻ നിരന്തരം പ്രയത്നിക്കുകയും ഒക്കെ ചെയ്തൊക്കെ നാം കണ്ടതാണ്. ഏകദേശം 1 വർഷം പിന്നിടുന്നു. ഇപ്പോഴവിടെ എന്താണ് സ്ഥിതി സാർ? അന്ന് കാലിക്കറ്റ് NIT നടത്തിയ പഠനത്തിൽ പറഞ്ഞത് ഏതാണ്ട് 8.4 ലക്ഷം മെട്രിക് ടണ്ണിൻ്റെ മാലിന്യ കൂമ്പാരമാണ് അവിടെ ഉള്ളതെന്നാണ്. ഇന്നിപ്പം കാണാൻ സാധിക്കുന്നത് അതിൽ 4.10 അത് സംസ്കരിച്ച് വേർതിരിച്ച് റീസൈക്കിൾ ചെയ്ത് മാറ്റിയിരിക്കുന്നു. അതല്ലാത്തവ, റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തവ ബയോ മൈനിങ്ങിലൂടെ അത് ഈ സിമൻറ്റ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളായിട്ട് RDF പോലുള്ള വസ്തുക്കളായിട്ടും മറ്റും തരംതിരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് ഞാനത് പെട്ടെന്ന് ഓർമ്മ വരുന്ന സമാനമായ രീതിയിൽ കൊല്ലം കോർപ്പറേഷനിൽ ഏതാണ്ട് 2 വർഷം മുമ്പ് അവിടെ കുറ്റിപ്പുഴ ചണ്ടി ഡിപ്പോയിൽ ഇതേപോലെ തന്നെ ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന വലിയ മാലിന്യ കൂമ്പാരം അത് ബയോമൈനിങ്ങിലൂടെ വേർതിരിച്ച് ആ സ്ഥലം വീണ്ടെടുക്കുകയും അവിടെ ഇപ്പം സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മളിവിടെ ഉണ്ടായിരുന്ന നിയമസഭാ അംഗങ്ങളടക്കമുള്ള ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, പത്രമാധ്യമ സുഹൃത്തുക്കളെ എല്ലാം മിനിസ്റ്റർ തന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് മുട്ടുതറയിലെ സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ അവിടെ കൊണ്ടുപോയി ഉച്ചഭക്ഷണവും നൽകി അതെല്ലാം പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ പൊതുബോധവൽക്കരണം ഈ മേഖലയിൽ ഉണ്ടാക്കുവാൻ വേണ്ടി മിനിസ്റ്ററും വകുപ്പും നടത്തുന്ന പ്രയത്നങ്ങൾ അത് ശ്ലാഘനീയമാണ്, അഭിനന്ദനീയമാണ്. അദ്ദേഹം തന്നെ ഈ കൊച്ചി നഗരത്തിൽ നേരിട്ട് ഇറങ്ങിച്ചെന്ന് വീടാന്തരം കയറി ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഓരോരുത്തരും കയറി അവിടെ എന്തൊക്കെയാണ് പോരായ്മകളെന്ന് കണ്ടുകൊണ്ട് ബയോബിന്നുകൾ അടക്കമുള്ളവ ശാസ്ത്രീയമായിട്ട് എങ്ങനെ വേർതിരിക്കണം എന്നുള്ളത് എല്ലാം നമുക്ക് ബോധവൽക്കരണം തന്നുകൊണ്ടിരിക്കുന്ന മിനിസ്റ്റർക്ക് അതുപോലെ വകുപ്പിനും എല്ലാവിധ അഭിനന്ദനങ്ങളും. പരിസ്ഥിതിക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രയത്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത്. അതുപോലെ തന്നെ സർ, കഴിഞ്ഞ ഈ താലൂക്ക് സഭകൾ മിനിസ്റ്റർമാർ നേരിട്ട് വന്ന് നടത്തിയ താലൂക്ക് സഭകൾ, നവകേരള സദസ്സിൽ ഇവിടെയെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നമായി വന്നത് ഈ കെട്ടിടങ്ങളുടെ ഈ പറഞ്ഞ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളായിരുന്നു. അത് നിയമനിർമ്മാണത്തിലൂടെ അത് 2019 വരെയുള്ള കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുവാൻ തയ്യാറായത് ഏറ്റവും അനുകൂലമായിട്ടുള്ള ജനകീയമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ തന്നെയാണ്. അത് ഒരുപാട് ജനങ്ങൾക്ക് ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പലതരത്തിലുള്ള പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വെട്ടിച്ചുരുക്കുകയും നിയന്ത്രണങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനിടയിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ കേരളം വളരെ വളരെ മുന്നിലാണ്. ലൈഫ് മിഷൻ പോലെയുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ 3,85,145 പേർ വീട് നിർമ്മിച്ചു കഴിഞ്ഞു. 1,14,000-ഓളം പേർ വിവിധ 1,14,893 വീടുകൾ വിവിധ നിർമ്മാണ ഘട്ടത്തിലാണ്. ജനകീയമായി തന്നെ ഈ ലൈഫ് മിഷൻ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം പല മണ്ഡലത്തിലും മനസ്സോടിത്തിരി മണ്ണ് എന്നുള്ള പദ്ധതി വഴി നിരവധി പേരാണ് ഈ സംരംഭത്തിന് സഹായമായി വരുന്നത്. ഇപ്പോൾ ചവറ മണ്ഡലത്തിൽ ശ്രീ മണ്ണൂർ രാജൻ എന്ന വ്യക്തി, അദ്ദേഹം 18 സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു മനസ്സോടിത്തിരി മണ്ണിന് വേണ്ടി നൽകിയത്. അവിടെ 6 കുടുംബങ്ങളിൽ നിന്ന് ലൈഫ് മിഷൻ വഴി വീട് നിർമ്മിച്ച് സുഖമായി നിൽക്കുന്നു. അതുപോലെ കുടുംബശ്രീ എന്നുള്ള അതിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതെല്ലാം മാറി ഒരു സംരംഭകർ ഓണർഷിപ്പിലേക്ക് മാറി നല്ല സ്കില്ലുള്ള ഓണർഷിപ്പ് ഇതായിട്ട് മാറിയിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ഇതിനോടൊക്കെ തന്നെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുവാൻ സാധിച്ചു. K4KR പദ്ധതിയിലൂടെ സാന്ത്വന പരിചരണം, അതുപോലെ ഹെൽപ്പിലൂടെ മൃഗസംരക്ഷണവും ക്ഷീരവികസനവും, അത് നമ്മുടെ ആശാ വർക്കർമാരെ പോലെ അത് ഏകദേശം മാതൃകയിൽ ആ വകുപ്പായി ചേർന്ന് കൂടുതൽ മികവുറ്റ രീതിയിൽ ആ പ്രവർത്തന മേഖല വികസിപ്പിക്കുക. കാർഷിക മേഖലയിലും ഡ്രോണുകളടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയിലും ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നു. ക്വിക്ക് സെർവ് എന്നുള്ള ഒരു ഹാഷ്ടാഗിൽ അത് നിരവധിയായിട്ടുള്ള ഗാർഹിക സേവനങ്ങൾ നടക്കുന്നു. പാചകം അടക്കമുള്ള പ്രസവാനന്തര ശുശ്രൂഷ അടക്കമുള്ള സേവനങ്ങളുമായിട്ട് കുടുംബശ്രീ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ബ്രാൻഡ് ചെയ്തുകൊണ്ട് നാളെ ഏറ്റവും നല്ല മാർക്കറ്റിങ്ങിലൂടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ കീഴടക്കുന്ന കാലം വിദൂരമല്ല. കേക്ക് സ്മാർട്ടിനെ കുറിച്ച് വളരെയധികം നമ്മൾ ചർച്ച ചെയ്തു. കേക്ക് സ്മാർട്ട് ഇൻഫർമേഷൻ കേരള മിഷൻ്റെ ഏറ്റവും മികച്ച ഒരു ഉൽപ്പന്നം തന്നെയായി നാളെ ഡെവലപ്പ് ചെയ്യും. ആ ആപ്പ് ഇപ്പോൾ ലക്ഷക്കണക്കിന് വ്യക്തികളാണ് ഇതിനോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
തങ്ങളുടെ സേവനങ്ങൾ നമുക്കറിയാം പലപ്പോഴും പ്രവാസികൾക്കാണ് ഇത് ഏറ്റവും ഗുണകരമായി വരുന്നത്. മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള അതുപോലെ നിരവധിയായിട്ടുള്ള സേവനങ്ങൾ, ടാക്സുകൾ അടയ്ക്കാൻ വരെയുള്ള സംവിധാനങ്ങൾ ഇത് ആപ്പ് വഴിയുണ്ട്. അപ്പോൾ അത് ഇതിനോടകം തന്നെ പലരും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഒരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതെല്ലാം കണ്ടു. നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിനും ഇത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആപ്പ് കൂടുതൽ ഡെവലപ്പാകുന്ന സ്ഥിതിക്ക് കൂടുതൽ മെച്ചത്തിലേക്ക് വരും. പിന്നെ നമുക്ക് ഈ നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് ആക്സസ് പെർമിറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ആക്സസ് പെർമിറ്റിന് കേന്ദ്രം ചുമത്തുന്നത്, അതായത് വീടുകളാണെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിലും ഡയറക്റ്റായിട്ട് സർവീസ് റോഡിലോട്ട് കയറുകയാണെങ്കിൽ 2,80,000 രൂപ ആക്സസ് പെർമിറ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് അടയ്ക്കുവാൻ പല കെട്ടിടം നിർമ്മിച്ചവരും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും അടയ്ക്കാൻ പറ്റാത്ത, NHAയ്ക്ക് ഡയറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. അവർ പറയുന്നത് അത് NHAയുടെ ഓഫീസിൽ ചെല്ലുമ്പോഴും അത് സർവീസ് ഏജൻസി വഴി ചെല്ലാൻ പറയുന്നു. അപ്പം അവർ സർവീസ് ചാർജായിട്ട് ഭീമമായ തുക 2,20,000 രൂപ കൂടെ ചേർത്ത് 5 ലക്ഷം രൂപ വരെ ചോദിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം കെട്ടിടം ബിൽഡിംഗ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്സസ് പെർമിറ്റ് വേണം എന്ന് ലോക്കൽ ബോഡീസ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ആവശ്യമായി വരികയാണ്. അതുപോലെ നമ്മുടെ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റർ നേരത്തെ ഒരു തീരുമാനമെടുത്തിരുന്നു, വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് ഫിറ്റ്നസ് കൊടുക്കുവാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോഴും പല അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാരും സ്കൂൾ ഫിറ്റ്നസ് കൊടുക്കുന്നില്ല, ബിൽഡിംഗ് താൽക്കാലികമായിട്ട് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പല സ്കൂളുകൾക്കും ശ്മശാനം പോലെയുള്ള അല്ലെങ്കിൽ സിമിത്തേരി പോലെയുള്ള അതിൻ്റെ സാമീപ്യം കൊണ്ട് KER റൂൾസിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഇപ്പോൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ മാറ്റങ്ങൾ കൊണ്ടുമൊക്കെ പല കാരണങ്ങൾ കൊണ്ട് 2022 ചട്ട മാറ്റങ്ങൾ കൊണ്ടൊക്കെ ഫിറ്റ്നസ് കിട്ടാത്ത അവസ്ഥ കൊണ്ട് അതിനുവേണ്ടി കൂടി ഇടപെടൽ നടത്തണമെന്നും ആവശ്യമെങ്കിൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ സെമിത്തേരിയുടെ കാര്യത്തിലൊക്കെ ഒരു KER റൂൾസിൽ തന്നെ മാറ്റം വരുത്തുന്ന രീതിയിൽ ഇടപെടൽ 2 ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് നടത്തേണ്ട ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ എൻ്റെ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനും CRSൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അത് മിനിസ്റ്റർ നേരിട്ട് ഹിയറിംഗ് നടത്തിയതാണ്. പക്ഷേ കാറ്റഗറി 3യിൽ നിന്നും 2ലേക്ക് ആക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റ് വന്നപ്പോഴും പരിശോധിച്ചപ്പോഴും 66 പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയതിൽ തെക്കൻ ജില്ലകൾ നന്നേ കുറവാണ്. കൂടുതലും കോഴിക്കോട്, കണ്ണൂർ മേഖലയിലുള്ള പഞ്ചായത്തുകൾക്കാണ് കാറ്റഗറി 3യിൽ നിന്നും 2ലേക്ക് മാറി. മിനിസ്റ്റർ നേരിട്ട് നടത്തിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി അതിനുള്ളൊരു സമ്മർദ്ദം കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് ഇത് കാറ്റഗറി 2 ആക്കുവാൻ വേണ്ടി, കാരണം പല പ്രത്യേകിച്ചും മത്സ്യബന്ധന മേഖലയാണ്, ശക്തികുളങ്ങര, നീണ്ടകര പോലെയുള്ള മേഖലകളിൽ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റുന്നില്ല. വീടുകൾ, ലക്ഷം വീടുകൾക്ക് പോലും പുനരുദ്ധാരണം പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. പിന്നൊരു അതിഥി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ. നമ്മൾ ചവറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ KMMLലെ കുറച്ച് കോൺട്രാക്ടേഴ്സിൻ്റെ ലേബേഴ്സ് എന്ന് പറയും 19 പേരെ വരത്തുള്ളൂ, വലിയ സംഖ്യയൊന്നും വരത്തില്ല. അവരെ ഒന്ന് പരിശോധിച്ചപ്പോൾ, അവർ 50 പേരെ പരിശോധിച്ചപ്പോൾ തന്നെ 3 പേർക്ക് HIV ഉണ്ട്, കുറേ പേർക്ക് ഫൈലേറിയസ് പോസിറ്റീവായിട്ട് വരുന്നു. പിന്നെ അവരെ ചികിത്സിക്കാൻ നോക്കുമ്പോൾ കിട്ടത്തില്ല, അവരെ അബ്സ്കോണ്ട് ചെയ്യും. കൂടുതൽ പേരെ പരിശോധിക്കാൻ നോക്കുമ്പോഴും കിട്ടുന്നില്ല. അപ്പോൾ അതിഥി തൊഴിലാളികളായിട്ട് അവരുടെ ലേബർ ക്യാമ്പുകൾ ഇതെല്ലാം നമ്മുടെ പൊതുജനാരോഗ്യ ബില്ലിലോ ആക്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം എൻഫോഴ്സ് ചെയ്യേണ്ടത്, നടപ്പാക്കേണ്ടത് പഞ്ചായത്തുകളാണ്. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം പഞ്ചായത്തിൽ ഒരുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന അപകടമായിട്ടുള്ള മരങ്ങൾ മുറിക്കുന്നതിനുമൊക്കെ ഒരുപാട് എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ് പഞ്ചായത്ത് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകണം. എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലത്തെ ആവശ്യമാണ്. ചവറ, കൊല്ലം ജില്ലയിലെ ചവറ, കുണ്ടറ, പുനലൂർ മേഖലയിൽ എക്സൈസ് റേഞ്ച് അത് ചവറയിൽ വളരെ അത്യാവശ്യമാണ്. കാരണം ഇത്രയധികം ജനസാന്ദ്രതയുള്ള മേഖലയിൽ പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയൊക്കെ ഉപയോഗം വളരെയധികം, വിമുക്തി പോലുള്ള പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെയധികം കൂടുന്നുണ്ട്. കണ്ടുപിടിക്കുവാനുള്ള ഇതെല്ലാ ശ്രമങ്ങളും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥനകളെ പിന്താങ്ങുന്നു.